നെഞ്ചത്ത് കൈവച്ച് എനിക്ക് പറയാൻ കഴിയും, 24 മണിക്കൂറിനപ്പുറം ഞാൻ എൻ്റെ മണ്ഡലം വിട്ട് പുറത്തു പോയിട്ടില്ല കഴിഞ്ഞ 5 വർഷവും. അതൊരു അഭിമാനമായി ഞാൻ കണക്കാക്കും. കെ ബി ഗണേഷ് കുമാർ ഉന്നയിക്കുന്ന വലിയൊരു ചോദ്യമായാണ് അഞ്ചൽകാരനായ ജ്യോതികുമാർ ചമക്കാരിക്ക് പത്തനാപുരത്ത് എന്താണ് കാര്യം എന്നുള്ളത്. ശരിക്കും എന്താണ്? കെ ബി ഗണേഷ് കുമാർ എവിടുത്തുകാരനാണ്? പുറത്തുള്ള ഒരു മണ്ഡലത്തിൽ നിന്ന് പത്തനാപുരത്തേക്ക് വന്നവരാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അങ്ങനെ ഒരു വിമർശനം ഉന്നയിക്കാൻ ഒരു അവകാശവും ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായ വിശ്വാസം. ജയമായാലും തോൽവിയായാലും ഞാനിവിടെ ക്യാമ്പ് ചെയ്യാൻ, ഇവിടെ നങ്കൂരമിടാൻ തീരുമാനിച്ചു തന്നെയാണ് വന്നിട്ടുള്ളത് എന്ന ദൃഢനിശ്ചയത്തോടുകൂടി തന്നെയാണ് വന്നത്. തുടർന്ന് അവിടെ തന്നെ തൊട്ടടുത്ത ദിവസം മുതൽ തന്നെ പത്തനാപുരത്ത് വീടെടുത്ത് താമസിച്ച് സജീവമായ രംഗത്തുണ്ട്. പത്തനാപുരം താലൂക്ക് ആശുപത്രി എവിടെ എന്നുള്ള ചോദ്യമായിരുന്നു. പക്ഷേ 5 വർഷങ്ങൾക്കിപ്പുറം കെ ബി ഗണേഷ് കുമാർ ആ താലൂക്ക് ആശുപത്രി കൊണ്ടുവന്നിരിക്കുകയാണ്. ഇപ്പോഴും താലൂക്ക് ആശുപത്രി നിർമ്മാണം പൂർത്തിയായിട്ടില്ല, കെട്ടം പണിഞ്ഞു വരുന്നുണ്ട്, സ്ട്രക്ചറൊക്കെ ആയിട്ടുണ്ട്. ശരിയാണ്. 13 വർഷം ഒരു താലൂക്ക് ആശുപത്രിക്ക് ആവശ്യമുണ്ടോ? അദ്ദേഹത്തിൻ്റെതായി പുതുതായി പത്തനാപുരം നിയോജക മണ്ഡലത്തിലേക്ക് വന്നിട്ടുള്ള ഒരു പ്രോജക്റ്റ്, ഒരു മേജർ പ്രോജക്റ്റ് അദ്ദേഹം ഒന്ന് ചൂണ്ടിക്കാണിക്കട്ടെ. അതെ, സൗഹാർദ്ദപരമായ വെല്ലുവിളി തന്നെ. തീർച്ചയായിട്ടും സൗഹാർദ്ദമായ വെല്ലുവിളിക്ക് അദ്ദേഹം ഒരിക്കലും തയ്യാറായിട്ടില്ല. ഞാൻ 2021 സ്ഥാനാർത്ഥിയായി പത്തനാപുരത്ത് വരുമ്പോഴും അദ്ദേഹത്തോട് പറയും, നമ്മൾ തമ്മിലൊരു സംവാദമാകാം. താങ്കൾ തീരുമാനിക്കൂ സമയം, താങ്കൾ തീരുമാനിക്കൂ സ്ഥലം. ഭയമായിരിക്കാമല്ലേ? എനിക്കറിയില്ല, അത് ഭയമൊന്നുമല്ല, അതൊക്കെ ഒരുതരം കോംപ്ലക്സ് ആണ്. നേഷൻ ഫസ്റ്റിൽ ഇന്ന് നമ്മോടൊപ്പം അതിഥിയായിട്ടുള്ളത് 2 തവണ കേരള യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗവും അതുപോലെ തന്നെ KPCCയുടെ ജനറൽ സെക്രട്ടറിയുമായ ജ്യോതികുമാർ ചമക്കലയാണ്. നമസ്കാരം സർ. നമസ്കാരം. ഒരു ശവപ്പെട്ടിക്കാരൻ്റെ മനസ്സോടുകൂടി ഇവിടെ കറങ്ങി നടക്കുന്ന ഒരു വ്യക്തിയുണ്ട് എന്ന് പറഞ്ഞത് നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറാണ്. ഉദ്ദേശിച്ചത് താങ്കളെയാണ്. ഒരു LDFകാരൻ്റെ അല്ലെങ്കിൽ UDFകാരൻ്റെ അല്ലെങ്കിൽ BJPക്കാരൻ്റെ, അതുമല്ലെങ്കിൽ രാഷ്ട്രീയമില്ലാത്ത മനുഷ്യരുടെ വീട്ടിൽ പോലും ഒരു മരണം സംഭവിച്ചാൽ കയറിയിറങ്ങുന്ന ചമക്കല. ഇതാണ് പത്തനാപുരംകാർക്ക് ഗണേഷ് കുമാർ കൊടുത്ത മുഖം. എന്താണ് അതിന് പിന്നിലെ കാര്യം? തുടക്കം തന്നെ നെഗറ്റീവ് ചോദ്യത്തിലൂടെ ആയത് നന്നായി. ഞാൻ 2021 പത്തനാപുരത്ത് ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിച്ചയാളാണ്. പരാജയപ്പെട്ടയാളാണ്. പരാജയപ്പെടുമ്പോഴും മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്ന ആളാണ്. അതെ. ആ തെരഞ്ഞെടുപ്പിൽ ഞാൻ പത്തനാപുരത്തെ ജനങ്ങളോട് പറഞ്ഞിരുന്നത്, അവരുടെ സുഖദുഃഖങ്ങളിൽ ജയിച്ചാലും തോറ്റാലും ഞാൻ ഉണ്ടാകുമെന്നാണ്. ഞാൻ തോറ്റതിൻ്റെ തൊട്ടടുത്ത ദിവസം, അതായത് 2021 മെയ് 2-ാം തീയതി റിസൾട്ട് വരുമ്പോൾ ഞാൻ പരാജയപ്പെട്ടു. 2021 മെയ് മാസം 3-ാം തീയതി മുതൽ തന്നെ പത്തനാപുരം നിയോജകമണ്ഡലത്തിലെ എല്ലാവരുടെയും സുഖദുഃഖങ്ങളിൽ പങ്കാളിയായിക്കൊണ്ട് ഞാൻ സജീവമായി പത്തനാപുരത്ത് തന്നെ ഉണ്ട്. അതിൽ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഒരു വിവാഹത്തിനാണെങ്കിൽ നമ്മൾ ക്ഷണിച്ചാലാണ് നമുക്ക് പോകാൻ കഴിയുക. ഒരു പാലുകാ ചടങ്ങിൽ ക്ഷണിക്കണം, അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും സന്തോഷകരമായ ചടങ്ങുകൾക്ക് സ്വാഭാവികമായിട്ടും നമ്മൾ ക്ഷണിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ മരണം ഒരു കുടുംബത്തിലെ ദുഃഖകരമായ ഒരവസ്ഥയാണ്. സ്വാഭാവികമായിട്ടും നമ്മളെല്ലാവരും അറിയുന്നവരാണെങ്കിൽ നമ്മൾ ആ വീട്ടിലേക്ക് കടന്നു ചെന്ന് ആ കുടുംബത്തിലെ മരണപ്പെട്ടയാളുടെ ബന്ധുമിത്രാദികളെ ആശ്വസിപ്പിക്കുക എന്നത് നമ്മുടെ ഒരു ബാധ്യതയാണ്, പ്രത്യേകിച്ച് ഒരു പൊതുപ്രവർത്തകൻ്റെ ബാധ്യതയാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതിൻ്റെ ഭാഗമായി തൊട്ടടുത്ത ദിവസം മുതൽ തന്നെ എല്ലാ വീടുകളിലും മരണം ഞാൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കടന്നു ചെല്ലും, ആ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കാറുണ്ട്. അതൊരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എൻ്റെ കർത്തവ്യമാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ്. ഇപ്പോൾ എനിക്കെതിരായി മത്സരിച്ച് വിജയിച്ചയാൾ, അല്ലെങ്കിൽ സ്ഥലത്തെ MLA കൂടിയായ ഗതാഗത വകുപ്പ് മന്ത്രി, അദ്ദേഹം പല വേദികളിലും ഇതുമായി ബന്ധപ്പെട്ട് എന്നെ വിമർശിക്കാറുണ്ട്. ശവപ്പെട്ടി കച്ചവടക്കാരൻ്റെ മനസ്സെന്ന് പറയാറുണ്ട്. മരണം കാത്ത്, ഒരു മരണവാർത്ത അറിയാൻ കാത്തു നിൽക്കുന്നയാൾ എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. അതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല. കാരണം ഞാൻ സാധാരണക്കാർക്ക് കൊടുത്തിട്ടുള്ള ഉറപ്പ് അത് കൃത്യമായി പാലിക്കുന്നു. അവരുടെ ദുഃഖത്തിൽ പങ്കാളിയാകുക എന്നത് എന്നെ സംബന്ധിച്ച് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ, അല്ലെങ്കിൽ മത്സരിച്ച് പരാജയപ്പെട്ടയാളെന്ന നിലയിൽ എൻ്റെ ഉത്തരവാദിത്വമായി കണക്കാക്കുന്നു. അദ്ദേഹമല്ല, ഇനി ആര് വിമർശിച്ചാലും ഞാൻ അതിനെ ഗൗരവത്തിൽ കാണുന്നില്ല. ജനങ്ങൾക്ക് എൻ്റെ ഇടപെടലിലൂടെ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടില്ലാത്തിടത്തോളം കാലം ഞാൻ ഈ പ്രവർത്തനവുമായി മുന്നോട്ട് പോകും. 5 വർഷമായും എന്നെ കാണുവാനില്ല എന്നാരും പറയില്ല. തീർച്ചയായിട്ടും മണ്ഡലത്തിൽ നിറഞ്ഞു നിന്നിട്ടുണ്ട്. മണ്ഡലത്തിൽ നിൽക്കുമ്പോൾ തന്നെ എനിക്ക് പാർട്ടി ഏൽപ്പിച്ച 2-3 മിഷനുകൾ, അത് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പായാലും നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പായാലും
അതുപോലെ തന്നെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള ചില ഉപതെരഞ്ഞെടുപ്പുകളിലെ ഓഫീസ് ചുമതല തന്ന സമയത്ത് മാത്രമാണ് ഞാനൊരു മാസത്തോളം മണ്ഡലത്തിൽ നിന്ന് മാറി നിന്നിട്ടുള്ളത്. പിന്നീട് 2 KPC ക്യാമ്പുകൾക്ക് 2 ദിവസം മാറിയിരുന്നു. അതൊഴിച്ചാൽ നെഞ്ചത്ത് കൈവച്ച് എനിക്ക് പറയാൻ കഴിയും, 24 മണിക്കൂറിനപ്പുറം ഞാൻ എൻ്റെ മണ്ഡലം വിട്ട് പുറത്തു പോയിട്ടില്ല കഴിഞ്ഞ 5 വർഷവും. അതൊരു അഭിമാനമായി ഞാൻ കണക്കാക്കുന്നു. അങ്ങനെ സജീവമായി നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ എന്ത് തരം പ്രതികരണങ്ങൾ ജയിച്ചയാളുടെ ഭാഗത്തുനിന്നുണ്ടായാലും അതൊക്കെ ഒരു എന്താ പറയുന്നത്, എൻ്റെ തൊപ്പിയിലൊരു പൊൻതൂരായി കാണുന്നതിനാണ് എനിക്കിഷ്ടം. അതെ. അപ്പോൾ KB ഗണേഷ് കുമാർ ഉന്നയിക്കുന്ന വലിയൊരു ചോദ്യമായാണ് അഞ്ചൽകാരനായ ജ്യോതികുമാർ ചമക്കാരയ്ക്ക് പത്തനാപുരത്ത് എന്താണ് കാര്യം എന്നുള്ളത്. ശരിക്കും എന്താണ്? KB ഗണേഷ് കുമാർ എവിടുത്തുകാരനാണ്? KB ഗണേഷ് കുമാർ പുനലൂർ നിയോജകമണ്ഡലത്തിൽപ്പെട്ട ഇടമുളയ്ക്കൽ പഞ്ചായത്തിലെ വാളകം സ്വദേശിയാണ്. പുനലൂർ നിയോജകമണ്ഡലത്തിൽ തന്നെ അഞ്ചൽ പഞ്ചായത്തിൽപ്പെട്ടയാളാണ് ഞാൻ. ഞങ്ങൾ രണ്ടുപേരുടെയും പഞ്ചായത്ത് അപ്പുറവും ഇപ്പുറവുമാണ്. ഈ ഇടമുളയ്ക്കൽ പഞ്ചായത്തിൽ ശ്രീ ബാലകൃഷ്ണപിള്ള സാർ, ശ്രീ ഗണേഷ് കുമാറിൻ്റെ പിതാവ് പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന ആളാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരേ നിയോജകമണ്ഡലത്തിൽ ജനിച്ച് വളർന്നവരാണ്. അദ്ദേഹം 2021 എന്നേക്കാൾ മുമ്പേ പത്തനാപുരത്തേക്ക് മത്സരിക്കാൻ വന്നു. പത്തനാപുരത്ത് ജയിച്ചു. അദ്ദേഹം തുടർന്നുള്ള പ്രവർത്തനം നടത്തുന്നു. എന്നെ സംബന്ധിച്ച് ഞാൻ 2021 മത്സരിക്കാൻ വന്നു. മത്സരിച്ച് പരാജയപ്പെട്ടു. ഞാൻ പത്തനാപുരത്ത് തന്നെ പ്രവർത്തനം നടത്തുന്നു. ഇവിടെ തന്നെ എൻ്റെ വോട്ട്, എൻ്റെയും എൻ്റെ ഭാര്യയുടെയും എൻ്റെ മക്കളുടെയും വോട്ട് പത്തനാപുരം നിയോജകമണ്ഡലത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അദ്ദേഹവും അതുപോലെ മാറ്റിയിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഒരേ നിയോജകമണ്ഡലത്തിൽ നിന്ന് പുറത്തുള്ള ഒരു മണ്ഡലത്തിൽ നിന്ന് പത്തനാപുരത്തേക്ക് വന്നവരാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അങ്ങനെ ഒരു വിമർശനം ഉന്നയിക്കാൻ ഒരു അവകാശവുമില്ല എന്ന് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായ വിശ്വാസം. അതെ, ഇപ്പൊ ഞാൻ ഈ ചോദ്യം ഉന്നയിക്കുന്നത് വരെ ഈ വാചകങ്ങൾ വേറെ എവിടെയും പറഞ്ഞു കേട്ടിട്ടില്ല. അതിൽ തന്നെ ഒരു രാഷ്ട്രീയ നിലവാരത്തിന്റെ പങ്കും കൂടിയില്ലേ? എനിക്കെതിരായി വന്ന വിമർശനങ്ങളെ ഒന്നും ഞാൻ ഗൗരവത്തിൽ കാണുകയോ അതിനോടൊക്കെ എല്ലാ വിമർശനങ്ങൾക്കും എതിരായി പ്രതികരിക്കാൻ പോവുകയൊന്നും ചെയ്തിട്ടില്ല. ഞാൻ 5 വർഷവും ജനങ്ങൾക്കിടയിൽ തന്നെ പ്രവർത്തിച്ചു. മുഴുവൻ സമയം അവരുടെ ഇടയിൽ തന്നെ ഉണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളിലും സജീവമായി നിന്നിട്ടുണ്ട്. അതിലെനിക്ക് ഏറെ സന്തോഷമുണ്ട്. അതിൽ ജനങ്ങളുമായി ചേർന്ന് നിൽക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന മാനസികമായ ഒരു സുഖം തീർച്ചയായിട്ടും അത് മാത്രം മതി എനിക്ക്. അതിലെ ഈ വിമർശനങ്ങളെല്ലാം ആ സന്തോഷത്തിൽ അലിഞ്ഞില്ലാതാകുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ ഞാനൊന്നും വലിയ ഗൗരവത്തിൽ കാണുന്നില്ല. അവനവന് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളെ സംബന്ധിച്ച് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുക സ്വാഭാവിക മനുഷ്യ സഹജമാണ്. അങ്ങനെ മാത്രമേ ഞാൻ അതിനെ കണക്കാക്കുന്നുള്ളൂ. അതെ. അപ്പോൾ പത്തനാപുരത്തേക്ക് ആദ്യം വന്നത് KB ഗണേഷ് കുമാർ ആണെന്ന് താങ്കൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള ഇടത് തരംഗം ആഞ്ഞടിച്ചപ്പോഴും 15,000-ന് താഴെ ഭൂരിപക്ഷത്തിലേക്ക് ഗണേഷ് കുമാറിനെ എത്തിക്കാൻ താങ്കൾക്ക് സാധിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ് സാധിച്ചത്? അല്ല, അങ്ങനെയല്ല. അത് ഇപ്പോൾ 2001 അദ്ദേഹം ആദ്യം മത്സരിക്കുന്നത്. അദ്ദേഹം മത്സരിക്കുന്നത് സിറ്റിംഗ് MLA ആയിരുന്ന പത്തനാപുരത്തുകാരൻ തന്നെ ശ്രീ പ്രകാശ് ബാബുവിനോടാണ്. അദ്ദേഹം ജയിച്ചു. ശ്രീ പ്രകാശ് ബാബു പിന്നീട് മത്സരിക്കാൻ വന്നിട്ടില്ല. അദ്ദേഹം പത്തനാപുരത്ത് പാർലമെൻ്ററി പൊളിറ്റിക്സ് അവസാനിപ്പിച്ചു. രണ്ടാമത് മത്സരിക്കുന്നത് മണ്ഡലത്തിന് പുറത്തുണ്ടായിരുന്ന ശ്രീ ചന്ദ്രമോഹനോടാണ്. ചടയമലങ്കാരനാണ്. അദ്ദേഹവും പരാജയപ്പെട്ട് പുറത്തുപോയി. മൂന്നാമത് മത്സരിക്കുന്നത് CPM ജില്ലാ സെക്രട്ടറി കൂടിയായിരുന്ന രാജഗോപാൽ സഖാവിനോടാണ്. അദ്ദേഹവും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് പാർലമെൻ്ററി രംഗത്തേക്ക് പിന്നീട് സജീവമായി വന്നിട്ടില്ല. പിന്നീട് അദ്ദേഹം UDFൽ നിന്ന് പുറത്തുപോയി LDFൻ്റെ ഭാഗമായി. LDFൽ അദ്ദേഹം മത്സരിക്കുമ്പോൾ ഇപ്പുറത്തുനിന്ന് UDFൽ നിന്ന് ആദ്യം മത്സരിക്കുന്നത് ശ്രീ ജഗദീഷാണ്. ജഗദീഷ് കുമാർ മത്സരിച്ച് പരാജയപ്പെട്ട ശേഷം അദ്ദേഹം തിരിച്ച് മണ്ഡലത്തിലേക്ക് വന്നിട്ടില്ല. അടുത്ത തവണ 5ാമത് വരുന്നത് ഞാനാണ്. ഈ 5ാമത് ഞാൻ പരാജയപ്പെടുമ്പോഴും ഞാൻ നിയോജകമണ്ഡലത്തിലേക്ക് കടന്നു വരുമ്പോൾ ജനങ്ങളെല്ലാം കരുതിയത്, അല്ലെങ്കിൽ എന്നോട് തന്നെ പലരും നേരിട്ട് പറഞ്ഞിട്ടുള്ളത്, 4 പേർ വന്നിട്ടു, അവർ മടങ്ങിപ്പോയി, പരാജയപ്പെട്ടു പോയി മടങ്ങിപ്പോയി. 5ാമത് ഒരാൾ വന്നിരിക്കുന്നു, മത്സരിക്കും, പരാജയപ്പെടും, പോകും. അതൊരു സ്വാഭാവികമായിട്ട് അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. കാരണം മുൻപ് 4 തവണയും അങ്ങനെ സംഭവിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അവരെ തുടക്കത്തിൽ തന്നെ എന്നോട് പറഞ്ഞു, ഇനി ഒരു 5ാമത് ഒരാൾ വന്നിട്ടുണ്ട്, ഇപ്പോൾ മത്സരിക്കും, പരാജയപ്പെടും, പോകും. പക്ഷേ ഞാൻ അപ്പോഴേ മനസ്സിൽ കുറിച്ചിരുന്നു, ഇത് ജയമായാലും തോൽവിയായാലും ഞാനിവിടെ ക്യാമ്പ് ചെയ്യാൻ, ഇവിടെ നങ്കൂരമിടാൻ തീരുമാനിച്ച് തന്നെയാണ് വന്നിട്ടുള്ളത് എന്ന ദൃഢനിശ്ചയത്തോടുകൂടി തന്നെയാണ് വന്നത്. തുടർന്ന് അവിടെ തന്നെ തൊട്ടടുത്ത ദിവസം മുതൽ തന്നെ പത്തനാപുരത്ത് വീടെടുത്ത് താമസിച്ച് സജീവമായ രംഗത്തുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ധരിച്ചിരുന്ന ഒരു തെറ്റിദ്ധാരണ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്കുണ്ടായിരുന്ന ഒരു തെറ്റിദ്ധാരണ മാറ്റാൻ കൂടി എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ തെരഞ്ഞെടുപ്പിൽ ഞാൻ നന്നായി പ്രവർത്തിക്കുകയും എൻ്റെ സഹപ്രവർത്തകർ ഉൾപ്പെടെ വളരെ സജീവമായി പ്രവർത്തിക്കുകയും ചെയ്തു. ഭൂരിപക്ഷം ഏകദേശം 10,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷം കുറയ്ക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അതെ. ഇപ്പോൾ കഴിഞ്ഞ 5 വർഷമായി സജീവമായി നിൽക്കുന്നുണ്ട്. മണ്ഡലത്തിലെ മുഴുവൻ പ്രവർത്തകരെയും ഒരു പരിധിവരെ നല്ല ശതമാനം വോട്ടർമാരെയും നേരിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഭവന സന്ദർശനത്തിലൂടെ വിവിധ ആവശ്യങ്ങളുടെ ഭാഗമായിട്ട് ഭവന സന്ദർശനത്തിലൂടെ പരമാവധി നിയോജകമണ്ഡലത്തിലെ ജനങ്ങളുമായി സംവദിക്കുവാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും അതൊരു മുതൽക്കൂട്ടാകും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം.
അതെ. അപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFിനെതിരെ ഉപയോഗിച്ച പ്രധാന ആയുധം എന്ന് പറയുന്നത് പത്തനാപുരം താലൂക്ക് ആശുപത്രി എവിടെ എന്നുള്ള ചോദ്യമായിരുന്നു. പക്ഷേ 5 വർഷങ്ങൾക്കിപ്പുറം KB ഗണേഷ് കുമാർ ആ താലൂക്ക് ആശുപത്രി കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ ആ ചോദ്യം ഇനി ഉന്നയിക്കാനാവില്ല. അടുത്ത ചോദ്യം എന്തായിരിക്കും? വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉന്നയിക്കാൻ പോകുന്ന ചോദ്യം എന്തായിരിക്കും? നമുക്ക് ഒരു പ്രതിപക്ഷത്തെ ഒരു മത്സരിക്കുന്ന ഒരാളെന്ന നിലയിൽ അല്ലെങ്കിൽ സിറ്റിംഗ് MLAക്കെതിരായി മത്സരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ മണ്ഡലത്തിലെ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കുക എന്നുള്ള ജനാധിപത്യത്തിൻ്റെ ഭാഗമാണ്. തീർച്ചയായും. പക്ഷേ അവിടെ ഒരു ചോദ്യമുണ്ട്. UDF സർക്കാരിൻ്റെ കാലത്ത് ശ്രീ ഉമ്മൻചാണ്ടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് പത്തനാപുരം താലൂക്ക് രൂപീകൃതമാകുന്നത്. അത് 2013 എൻ്റെ ഓർമ്മ. ഇപ്പോൾ 13 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴും താലൂക്ക് ആശുപത്രി നിർമ്മാണം പൂർത്തിയായിട്ടില്ല. കെട്ടിടം പണിഞ്ഞു വരുന്നുണ്ട്, സ്ട്രക്ചറൊക്കെ ആയിട്ടുണ്ട്, ശരിയാണ്. 13 വർഷം ഒരു താലൂക്ക് ആശുപത്രിക്ക് ആവശ്യമുണ്ടോ? ഇല്ല. അടിയന്തര പ്രാധാന്യത്തോടെ ചെയ്യേണ്ടതാണ്. തൊട്ടടുത്ത് കോന്നി നിയോജകമണ്ഡലത്തിൽ അവിടെ മെഡിക്കൽ കോളേജ് തന്നെ വന്നു. താലൂക്ക് ആശുപത്രി ബൈഫർക്കേറ്റ് ചെയ്യപ്പെട്ട പുനലൂരിൽ, പത്തനാപുരം താലൂക്കിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് പുനലൂരായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടുത്തെ സ്ഥാപനങ്ങളിൽ അവിടെ നിലനിന്നു. അതുകൊണ്ടാണ് പത്തനാപുരത്ത് പുതുതായി സ്ഥാപനങ്ങൾ വേണ്ടി വന്നത്. ആ പുനലൂരിൽ എത്ര പെട്ടെന്നാണ് അതിമനോഹരമായൊരു ഹോസ്പിറ്റൽ പണിഞ്ഞത്. അപ്പോൾ 13 വർഷം എന്ന് പറഞ്ഞാൽ ചെറിയ കാലയളവല്ല. ഈ 13 വർഷമായിട്ടും അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട്. പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത് ശരി, നല്ല കാര്യം, ഞാൻ അതിനെ വിമർശിക്കുന്നില്ല, നല്ല കാര്യം, ചെയ്യേണ്ടതാണ്. പക്ഷേ ഇതെന്നേ ചെയ്യേണ്ടതായിരുന്നു. അതുപോലെ താലൂക്ക് ആശുപത്രി മാത്രമല്ല, പല ആവശ്യങ്ങളും പല കാര്യങ്ങളും ഞാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് ചോദിച്ചിട്ടുണ്ട്. അതിൽ ഇനിയും പരിഹാരമാകാത്തതുണ്ട്. കാലഘട്ടത്തിൻ്റെ ആവശ്യം എന്ന നിലയിൽ പുതുതായി വരേണ്ട പല ഓഫീസുകളുമുണ്ട്, പല അടിസ്ഥാന സൗകര്യങ്ങളുമുണ്ട്. അതൊക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ചോദിക്കാനുള്ളതൊക്കെ വീണ്ടും തിരഞ്ഞെടുപ്പ് വരികയാണ്, തീർച്ചയായിട്ടും ചോദിച്ചുകൊണ്ടിരിക്കും. അത് ഒരു ഉത്തരവാദിത്വപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ, പ്രത്യേകിച്ച് പ്രതിപക്ഷത്തിരിക്കുന്ന പത്തനാപുരം നിയമമണ്ഡലത്തെ സംബന്ധിച്ച് പ്രതിപക്ഷത്തുള്ള മുഖ്യ പാർട്ടി എന്ന നിലയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രതിനിധി അല്ലെങ്കിൽ UDFിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ ഞാൻ ചോദിച്ചുകൊണ്ടേയിരിക്കും. അത് തുടരുകയും ചെയ്യും. തീർച്ചയായിട്ടും. അതെ. അപ്പോൾ KB ഗണേഷ് കുമാർ എന്ന് പറയുന്നത് വികസന നായകൻ, കേരളത്തിലെ എല്ലാ വികസനവും അല്ലെങ്കിൽ ഒരു ബസ് ഇറക്കിയാൽ നേരെ പത്തനാപുരത്ത് കൊണ്ടുവരുന്ന ഒരു മന്ത്രി, ജർമ്മൻ ടെക്നോളജി വരെ പത്തനാപുരത്ത് എത്തിച്ച മന്ത്രി. ഇതൊക്കെയാണ് പുറത്തു വരുന്ന നറേറ്റീവുകൾ, PR സ്ട്രാറ്റജികൾ എന്ന് പറയുന്നത്. ശരിക്കും ഈ പറഞ്ഞ എല്ലാ ജർമ്മൻ ടെക്നോളജി, അതുപോലെ തന്നെ അത്യാധുനിക ബസ്സുകൾ, ഇതെല്ലാം പത്തനാപുരത്ത് വന്നിട്ടുണ്ടോ? നമുക്ക് ജർമ്മൻ ടെക്നോളജിയെ കുറിച്ചൊന്നും ഞാൻ പറയാതിരിക്കുന്ന ആളാണ്. FDR ടെക്നോളജി എന്ന് പറഞ്ഞ് പത്തനാപുരത്തിൻ്റെ മെതുകുമ്മയിൽ നിന്ന് തുടങ്ങി മഞ്ചള്ളൂർ വഴി, പള്ളിമുക്ക് വഴി, പുന്നല വഴി, കറവൂർ വഴി ആലിമുക്കിലേക്ക് പോകുന്ന റോഡ്. ആ റോഡ് യഥാർത്ഥത്തിൽ 2021 സഞ്ചാരയോഗ്യമായ നന്നായി കിടന്ന റോഡാണ്. ആ റോഡിലേക്കാണ് ജർമ്മൻ ടെക്നോളജി കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം നിലവിലുണ്ടായിരുന്ന റോഡ് കുത്തിപ്പൊളിച്ചത്. നിലവിലുണ്ടായിരുന്ന റോഡ് കുത്തിപ്പൊളിച്ചിട്ട് നാളിതുവരെ അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. നാളിതുവരെ നിരവധിയായ സമരങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളുടെ ഭാഗത്തു നിന്നും അതുപോലെ പൊതുവായി ജനങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. മാത്രമല്ല FDR ടെക്നോളജി എന്ന ആ ടെക്നോളജി തന്നെ ഉപേക്ഷിച്ചു വഴിക്ക് വെച്ച്. ഇപ്പോഴും പൂർത്തിയാക്കാൻ കഴിയുന്നുമില്ല. എന്തുകൊണ്ടാണ്? അദ്ദേഹം പറയുന്നത് കോടതിയുമായി ബന്ധപ്പെട്ട് വ്യവഹാരങ്ങളുണ്ടെന്നൊക്കെ പറയുന്നു. പക്ഷേ നിലവിലുണ്ടായിരുന്ന റോഡ്, ആ റോഡ് കുത്തിപ്പൊളിച്ചതിന് ശേഷം 2-3 വർഷങ്ങളായി ആ പ്രദേശത്ത് താമസിക്കുന്നവർ അല്ലെങ്കിൽ അതിലേക്കൂടെ സഞ്ചരിക്കുന്നവർ അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതത്തിന് ഒരു അറുതിയും ഉണ്ടായിട്ടില്ല. അവരുടെ വാഹനങ്ങൾക്കുണ്ടാകുന്ന കേടുപാടുകൾ, അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ, ആ റോഡിൻ്റെ ഇരുവശങ്ങളിലും താമസിക്കുന്നവരെ ഒട്ടുമിക്ക ആളുകളെ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളവരാണ്. അവരിൽ പകുതിയിലധികവും ആസ്മ രോഗത്തിന് അടിമകളാണ്. അത്രയ്ക്കാണ് ആ ദുരിതം ആ റോഡ് മൂലം ഉണ്ടായിട്ടുള്ളത്. അതൊക്കെ അടിസ്ഥാനപരമായി ഒരു ജനപ്രതിനിധിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത അല്ലെങ്കിൽ വീഴ്ച ഉണ്ടാകാൻ പാടില്ലാതെ അത് പരിഹരിക്കപ്പെടേണ്ട വിഷയമായിരുന്നു. എന്ത് പറഞ്ഞാലും അതിനൊന്നും ഒരു ന്യായീകരണവുമില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ FDR ടെക്നോളജി ആയാലും വികസന കാര്യങ്ങൾ പരമപ്രധാനമായിട്ടുള്ള പത്തനാപുരത്ത് നടന്നുള്ള വികസന കാര്യങ്ങളെല്ലാം UDF സർക്കാരിൻ്റെ കാലത്തുണ്ടായിട്ടുള്ളതാണ്. UDF സംസ്ഥാനം ഭരിക്കുമ്പോൾ മാത്രമാണ് പത്തനാപുരത്ത് വികസനം ഉണ്ടായിട്ടുള്ളത്. അത് പറയാതിരുന്നിട്ട് കാര്യമില്ലല്ലോ. ശ്രീ ഉമ്മൻചാണ്ടിയും ശ്രീ AK ആന്റണിയും ഒക്കെ മുഖ്യമന്ത്രിമാരായിരിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ വികസന പത്തനാപുരത്ത് വന്നിട്ടുള്ളത്. പിന്നെ LDFിൻ്റെ കാലത്ത് വന്നിട്ടുള്ള ഏക വികസന പ്രവർത്തനം എന്ന് പറയാവുന്നത് പണി നടന്നുകൊണ്ടിരിക്കുന്ന ഈ പറഞ്ഞ താലൂക്ക് ആശുപത്രിയെ സംബന്ധിച്ചാണ്. അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന് ചൂണ്ടിക്കാണിക്കാനായി ഒന്നുമില്ല. മറ്റൊന്ന്, ഈ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ അദ്ദേഹത്തിൻ്റേതായി പുതുതായി പത്തനാപുരം നിയോജക മണ്ഡലത്തിലേക്ക് വന്നിട്ടുള്ള ഒരു മേജർ പ്രോജക്റ്റ് അദ്ദേഹം ഒന്ന് ചൂണ്ടിക്കാണിക്കട്ടെ. കഴിഞ്ഞ 5 വർഷത്തിന് ശേഷം ഇടയിൽ 2021 ശേഷം അദ്ദേഹം ആരംഭിച്ചിട്ടുള്ള ഒരു പുതിയ പ്രോജക്റ്റ് അദ്ദേഹം പറയട്ടെ. അതെ, സൗഹാർദ്ദപരമായ വെല്ലുവിളി തന്നെയാണ്. തീർച്ചയായിട്ടും സൗഹാർദ്ദമായ വെല്ലുവിളിക്ക് അദ്ദേഹം ഒരിക്കലും തയ്യാറായിട്ടില്ല. ഞാൻ 2021 സ്ഥാനാർത്ഥിയായി പത്തനാപുരത്ത് വരുമ്പോഴും അദ്ദേഹത്തോട് പറയും, നമ്മൾ തമ്മിലൊരു സംവാദമാകാം. അതെ,
നമ്മൾ തമ്മിൽ സംവാദമാകാം. താങ്കൾ തീരുമാനിക്കൂ സമയം, താങ്കൾ തീരുമാനിക്കൂ സ്ഥലം, താങ്കൾ തീരുമാനിക്കും മോഡറേറ്ററെ, ഞാൻ തയ്യാറാണ്, നമുക്കൊന്ന് സംവദിക്കാം. ഇന്നുവരെ അദ്ദേഹം തയ്യാറായിട്ടില്ല. നാളെയും തയ്യാറാകുമെന്ന് എനിക്ക് വിശ്വാസവുമില്ല. ഇനിയും സമയമുണ്ട്, വേണമെങ്കിൽ ഞാൻ തയ്യാർ. നിങ്ങൾ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്തോളൂ, ഞാൻ ഇരിക്കാൻ തയ്യാറാണ്. പക്ഷേ അദ്ദേഹം ഒരിക്കലും തയ്യാറാവില്ല, എനിക്ക് ഉറപ്പാണ്. അപ്പോൾ അവിടെ ചില ചോദ്യങ്ങൾ വരും സ്വാഭാവികമായി. അതെ, ഇപ്പം നമ്മൾ സംസാരിച്ച് തുടങ്ങിയ ഈ സമയം മുതൽ കുറേ തവണ പറഞ്ഞു പോയ പേരാണ് KB ഗണേഷ് കുമാർ. അദ്ദേഹം തന്നെ ഒരു സ്വകാര്യ ചാനലിൽ നടത്തിയൊരു അഭിമുഖത്തിൽ പറയുന്നുണ്ട്, എനിക്കെതിരെ മത്സരിച്ച എല്ലാ സ്ഥാനാർത്ഥികളോടും എനിക്കൊരു സൗഹാർദ്ദ ബന്ധമുണ്ട്, ഒരാളൊഴികെ. അത് ജ്യോതികുമാർ ചമക്കാലയാണോ? ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിലെ 2 അപ്രഖ്യാപിത ശത്രുക്കളാണോ നിങ്ങൾ? അതെ, നമ്മൾ വസ്തുതകളായി കാണണം. എന്തിനാ ഒളിച്ചു വെക്കുന്നത്? എനിക്ക് അഭിനയിക്കാൻ അറിയില്ല, ഞാൻ അഭിനയിച്ചിട്ടേ ഇല്ല. ചിലർക്ക് അഭിനയിക്കാൻ മാത്രമേ അറിയൂ, അത് സിനിമയിൽ മാത്രമല്ല ജീവിതത്തിലും. എന്നെ സംബന്ധിച്ച് എനിക്ക് അഭിനയിക്കാൻ അറിയില്ല. ഇവിടെ ഞാൻ അദ്ദേഹത്തിനെതിരായി മത്സരിച്ച ആളാണ്. ഞാനും അദ്ദേഹവും 2 ചേരിയിൽ നിന്ന് മത്സരിക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി പടപൊരുതിയ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, സഹപ്രവർത്തകരുണ്ട്, ഞങ്ങൾക്ക് 2 പേർക്കുമുണ്ട്. അപ്പോൾ സൗഹൃദം നിലനിർത്തണമെന്ന് പറയുമ്പോൾ എനിക്കതിനകത്ത് ചില കാര്യങ്ങളിൽ ബുദ്ധിമുട്ടുണ്ട്. കാരണം അദ്ദേഹം എന്നെ ശത്രുവായി കാണുന്നു, ഞാൻ അദ്ദേഹത്തെ ശത്രുവായി കാണുന്നു. പിന്നീട് തോളത്ത് കൈയിട്ട് നടക്കണമെന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ബുദ്ധിമുട്ടാണ്. അതൊരു റിയാലിറ്റിയുമായി ഒരിക്കലും പൊരുത്തപ്പെടുന്നതല്ല. മാത്രമല്ല ഫീൽഡിൽ പ്രവർത്തകർ തമ്മിൽ തർക്കമുണ്ടാകാറുണ്ട്. അങ്ങനെ വരുമ്പോൾ ഞങ്ങൾ തോളത്ത് കൈയിട്ട് നടന്നാൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ സ്വാഭാവികമായിട്ടും ചില ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം എന്നാഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. സംസാരിക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല, സംസാരിക്കാൻ പാടില്ലെന്നുമല്ല ഞാൻ പറഞ്ഞത്. സൗഹൃദം കീപ്പ് ചെയ്യത്തക്ക രീതിയിൽ അദ്ദേഹം എന്നോട് സംസാരിച്ചിട്ടില്ലല്ലോ, ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു. ഞങ്ങൾ തമ്മിൽ 5 വർഷത്തിനിടയിൽ പരാജയപ്പെട്ടതിന് ശേഷം തന്നെ ഞങ്ങൾ വളരെ റെയറായിട്ട് മുഖത്തോട് മുഖം കണ്ടിട്ടുള്ളൂ. മുഖത്തോട് മുഖം കണ്ടപ്പോൾ പോലും ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടില്ല. ഒരുമിച്ചുള്ള പരിപാടിയിൽ നിന്ന് പിന്മാറി എന്ന കഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അദ്ദേഹം. അങ്ങനെ കേൾക്കുന്നു. ഞാനും കണ്ടിരുന്നു. എന്നെ ഒരു പരിപാടിക്ക് ക്ഷണിച്ചിരുന്നു, ഒരു സ്വകാര്യ ചടങ്ങിലേക്കാണ്. അതിൻ്റെ നോട്ടീസ് എനിക്ക് കൊണ്ടുതന്ന് എന്നെ ക്ഷണിച്ചു. അതിനകത്ത് ഈ പറയുന്ന വ്യക്തിയുടെയും അഥവാ മന്ത്രിയുടെയും എൻ്റെയും പഞ്ചായത്ത് പ്രസിഡൻ്റെയും ഉൾപ്പെടെ പേരുണ്ടായിരുന്നു. ആ പറഞ്ഞ ദിവസം നിർബന്ധമായി എത്തണമെന്ന് ആ സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥരെ അറിയിക്കുകയും ചെയ്തു. രാവിലെ ഞാൻ അന്വേഷിക്കുമ്പോൾ ആ പരിപാടി മാറ്റിവെച്ചായിട്ട് അവരറിയിക്കുന്നു. പിന്നീട് അതേ ഉടമസ്ഥർ തന്നെയാണ് ഇൻഡയറക്റ്റായിട്ട് എന്നെ അറിയിക്കുന്നത്. മന്ത്രിയെ ക്ഷണിക്കാൻ ചെന്നപ്പോൾ അല്ലെങ്കിൽ നോട്ടീസുമായി ചെന്നപ്പോൾ ഇന്നയാളുടെ പേര് കൂടി ഉള്ളതുകൊണ്ട് ആ പ്രോഗ്രാം ക്യാൻസൽ ചെയ്യുകയാണ്, നിങ്ങൾ വേറൊരു ദിവസത്തേക്ക് മാറ്റി എന്നെ മാത്രം ക്ഷണിച്ചാലേ ഞാൻ വരൂ എന്ന് പറയുകയും ആ വാശിക്ക് അവർ കീഴടങ്ങേണ്ടി വന്നു എന്ന് അവർ തന്നെയാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. അതിലൊന്നും എനിക്ക് പരാതിയില്ല. എനിക്കറിയില്ല, അത് ഭയമൊന്നുമല്ല, അതൊക്കെ ഒരുതരം കോംപ്ലക്സ് ആണ്. എന്ത് തരം കോംപ്ലക്സ് ആണെന്ന് എനിക്കറിയില്ല, അതൊരു തരം കോംപ്ലക്സ് തന്നെയാണ്. പക്ഷേ എനിക്കതിനകത്തൊന്നും ഒരു വിരോധമോ ദേഷ്യമോ ഒന്നുമില്ല. അദ്ദേഹം ആരാണ്, ഞാനാരാണ്? ഞാൻ വെറും സാധാ പ്രവർത്തകൻ. ഞാൻ എൻ്റെ സ്വയപ്രയത്നം കൊണ്ട് KPC ജനറൽ സെക്രട്ടറിയായി. ഞാൻ താഴെ തട്ടിൽ നിന്ന്, ഞാൻ പാർട്ടിയിൽ പറഞ്ഞില്ല, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ഭാരവാഹിയായിരുന്നു. പാർട്ടിയിൽ പറഞ്ഞാൽ ഞാൻ ബ്ലോക്ക് സെക്രട്ടറി ആയിരുന്നു, ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ആയിരുന്നു. ബ്ലോക്ക് എന്ന് പറയുമ്പോൾ ഒരു നിയോജക മണ്ഡലത്തിൻ്റെ പകുതി വരുന്ന കമ്മിറ്റിയുടെ ഒരു ഭാരവാഹിയായിരുന്നു. പിന്നീട് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ഭാരവാഹിയായിരുന്നു, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു, KPCയുടെ നിർവാഹക സമിതി അംഗമായിരുന്നു, KPCയുടെ സെക്രട്ടറി ആയിരുന്നു, KPCയുടെ ജനറൽ സെക്രട്ടറിയാണ് 2ാമത്തെ തവണ. അപ്പോൾ പടിപടിയായി ഞാൻ പാർട്ടി പ്രവർത്തനത്തിലൂടെ വന്നാണ്. എൻ്റെ അച്ഛനുണ്ടാക്കിയ പാർട്ടിയിലല്ല ഞാൻ പ്രവർത്തിക്കുന്നത്. എൻ്റെ അച്ഛൻ അല്ല എന്നെ സ്ഥാനാർത്ഥിയാക്കിയോ അല്ലെങ്കിൽ പാർട്ടി സ്ഥാനം തന്നിട്ടുള്ളത്. ഞാൻ മറ്റ് പ്രവർത്തകരോടൊപ്പം പ്രവർത്തിച്ച് അതിലർഹമായ പരിഗണന എൻ്റെ പാർട്ടി എനിക്ക് തന്നതുകൊണ്ടാണ് ഞാൻ ഈ സ്ഥാനത്തേക്ക് എത്തിയതും ഒരു തവണ മത്സരിക്കുകയൊക്കെ ചെയ്തത്. അല്ലാതെ ഞാൻ കുടുംബാധിപത്യത്തിൻ്റെ ഭാഗമായിട്ട് വന്നതോ എന്നെ ആരെങ്കിലും പിടിച്ചുകൊണ്ടെന്നാക്കിയതോ അല്ല. ഞാനതിനെ കുറ്റപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല, ഞാൻ വസ്തുതാപരമായി സ്വന്തമായി വഴിവെട്ടി തന്നെ വന്നതാണ്. തീർച്ചയായിട്ടും എൻ്റെ കുടുംബ പശ്ചാത്തലം കോൺഗ്രസ് പശ്ചാത്തലമുള്ള കുടുംബമാണ്. എൻ്റെ അച്ഛൻ പഞ്ചായത്ത് മെമ്പറായിരുന്നു, 21 വർഷം പഞ്ചായത്ത് മെമ്പറായിരുന്നു. അദ്ദേഹം അധ്യാപകനായിരുന്നു. അദ്ദേഹത്തിന് സ്റ്റേറ്റ് അവാർഡും നാഷണൽ അവാർഡും കിട്ടിയ ടീച്ചറാണ്. തികച്ചും ഒരു ഗാന്ധിയനായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകനെന്ന നിലയിൽ ഞാൻ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് വിദ്യാഭ്യാസകാലം മുതൽ KSUവിൽ പ്രവർത്തിച്ചു വന്നു. സംഘടനാ പ്രവർത്തനത്തിൽ അമിതമായി പോകുന്നതിന് പിതാവിന് ബുദ്ധിമുട്ടുമുണ്ടായിരുന്നു. അദ്ദേഹം അത് പലപ്പോഴും പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ തമ്മിൽ തുറന്നു പറഞ്ഞാൽ അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. ഞങ്ങൾ തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നു, ഞങ്ങൾ തമ്മിലുള്ള ഇൻട്രസ്റ്റിൽ. അദ്ദേഹത്തിന് ഞാൻ എഞ്ചിനീയറോ അല്ലെങ്കിൽ ഡോക്ടറോ ഒക്കെ ആകണമെന്നുണ്ടായിരുന്നു. ഇത് തമ്മിലൊരു കോൺഫ്ലിക്റ്റ് വന്നപ്പോൾ ഞാൻ BTech കഴിഞ്ഞു, ജോലി കിട്ടി. അപ്പോൾ അവസാനം ഞങ്ങൾ തമ്മിലെത്തി ധാരണ, പബ്ലിക്കിൻ്റെ മുന്നിൽ നീ എഡ്യൂക്കേറ്റഡ് ആണെന്ന് കാണിക്കണം. അങ്ങനെ ഞാൻ BTech കഴിഞ്ഞു, എനിക്ക് ജോലി കിട്ടി.
ആ ജോലി പ്രൊബേഷൻ കഴിഞ്ഞപ്പോൾ ഞാൻ റിസൈൻ ചെയ്തിട്ടാണ് സജീവമായ രംഗത്തേക്ക് വന്നത്. ഞാൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിരുന്നു, BHSൽ ലെക്ചറായിരുന്നു, പിന്നെ എനർജി മാനേജ്മെൻറ്റ് സെൻറ്ററിലെ എനർജി ടെക്നോളജിസ്റ്റ് ആയിരുന്നു. ഈ ജോലികളെല്ലാം ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ സജീവ രാഷ്ട്രീയത്തിലേക്ക് വന്നത്. അങ്ങനെ വരുമ്പോൾ പിതാവ് ഇതൊക്കെ പറഞ്ഞപ്പോഴും ഞാനതെല്ലാം കേട്ട് അദ്ദേഹത്തിൻ്റെ കാര്യവും നടന്നു, എൻ്റെ കാര്യവും നടന്നു. ഞാൻ സജീവമായ ഈ രംഗത്തോടുള്ള ഒരു താല്പര്യം കൊണ്ടാണ് ഞാനിതിലേക്ക് വന്നത്. അതെ. അപ്പോൾ ഏത് പ്രായം മുതലാണ് ഈ രാഷ്ട്രീയ പ്രവർത്തനം അല്ലെങ്കിൽ കോൺഗ്രസ് ആദർശം ഒക്കെ മനസ്സിൽ കയറിയത്? തുറന്നു പറഞ്ഞാൽ അത് നമ്മളിപ്പോൾ എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ രാവിലെ എഴുന്നേറ്റാൽ വീട്ടിൽ കാണുന്നത് അച്ഛൻ പഞ്ചായത്ത് മെമ്പറാണെന്ന്. അന്ന് രാവിലെ വരുന്നവർ അന്നത്തെ പഞ്ചായത്ത് മെമ്പർമാർക്ക് ഇന്നത്തെ കണക്ക് ജനകീയാസൂത്രണമോ അല്ലെങ്കിൽ ഫണ്ടോ ഒന്നുമില്ല. അവർക്ക് ആകെപ്പാടെ ചെയ്യാനുള്ളത് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു പരാതി എഴുതി കൊടുക്കുക, അല്ലെങ്കിൽ ഒരു അതിര് തർക്കം തീർക്കുക, അല്ലെങ്കിൽ ഒരു കയ്യാല വെട്ടാൻ വേണ്ടി അതിര് ചേർത്ത് കൊടുക്കുക, ഒരാളുടെ മരം മറ്റേയാളുടെ പറമ്പിലേക്ക് നിൽക്കുന്നു, അതൊന്ന് മുറിച്ച് മാറ്റണം, മധ്യസ്ഥ പറയണമെന്ന് പറയുക. അങ്ങനെയുള്ള ജനകീയമായ ചില ഒരു അധികാരങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ എല്ലാ ദിവസവും ഞാൻ രാവിലെ കാണുന്നത് എന്തെങ്കിലും ആവശ്യമായി വീട്ടിൽ വരുന്നവരെയാണ്. ഇത് കണ്ട് നമുക്ക് ഈ പൊതുപ്രവർത്തനത്തോട് താല്പര്യം വന്നു. പിന്നെ അച്ഛൻ പഞ്ചായത്ത് മെമ്പറൊക്കെ ആയിരിക്കുമ്പോൾ തന്നെയാണ് ഞാൻ വിദ്യാർത്ഥിയായി കടന്നു വരുമ്പോൾ, ഞാൻ 5ാം ക്ലാസ് മുതൽ രാഷ്ട്രീയമുള്ള സ്കൂളിലാണ് പഠിച്ചത്. അവിടെ മുതൽ KSU ആണ്. അങ്ങനെ വന്നു 8ാം ക്ലാസ്സിൽ റെപ്രസെൻറ്റേറ്റീവായിട്ട് മത്സരിച്ചു. പതിയെ അങ്ങനെയാണ് രാഷ്ട്രീയത്തിലേക്ക് വന്നത്. പിന്നീട് പ്രീ ഡിഗ്രി കഴിഞ്ഞു. ആ കോളേജിൽ ഡിഗ്രിക്ക് അഡ്മിഷൻ തരില്ല എന്ന് പറഞ്ഞു. പിന്നെ വേറെ കോളേജിൽ ട്രിവാൻഡ്രത്തെ MG കോളേജിൽ ഡിഗ്രി ചെയ്തു, BTech ചെയ്തു. പിന്നെ ജോലിയിലേക്ക് പ്രവേശിച്ചു. അത് ഉപേക്ഷിച്ചിട്ട് സജീവമായി രാഷ്ട്രീയത്തിൽ നിൽക്കുന്നു. ഇപ്പോൾ രാഷ്ട്രീയത്തിൽ നിൽക്കുമ്പോൾ എന്നെ സംബന്ധിച്ച് തുറന്നു പറഞ്ഞാൽ എൻ്റെ കുടുംബമാണ് എനിക്ക് നട്ടലായി നിൽക്കുന്നത്. എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, അവർ ഞാൻ സജീവമായി രംഗത്ത് നിൽക്കുന്നതിനോട് എല്ലാ അർത്ഥത്തിലും എന്നെ സഹായിക്കുന്നവരാണ്. എൻ്റെ താല്പര്യം അറിഞ്ഞ് എല്ലാ വിട്ടുവീഴ്ചകളും ചെയ്ത് അവരൊരു ഫാമിലി യൂണിറ്റായി പോവുകയും എനിക്ക് എല്ലാ സപ്പോർട്ടും ചെയ്യുന്നുണ്ട്. അതിൽ എൻ്റെ ഭാര്യ എടുക്കുന്ന എഫേർട്ട് വളരെ വലുതാണ്. അതിൽ ഞാൻ സത്യത്തിൽ പിന്നെ എൻ്റെ ഫ്രീ ആയിട്ടുള്ള ഒരു പൊളിറ്റിക്സിന് എന്നെ സഹായിക്കുന്ന എൻ്റെ വൈഫ് തന്നെയാണ്. അതിലെനിക്ക് അഭിമാനമേ ഉള്ളൂ. കുട്ടികളും അതുപോലെ തന്നെയാണ്. ചിലപ്പോഴൊക്കെ ഞാൻ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഞാൻ പൊളിറ്റിക്സ് വീട്ടിൽ ചർച്ച ചെയ്യാറില്ല. എന്നാലും ഈ ചാനൽ ചർച്ചയിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ അറിഞ്ഞാൽ അവരെന്നോട് ചോദിക്കും, ഞാൻ അതിന് മറുപടി പറയും. അപ്പോൾ അതിനേക്കാൾ നന്നായി എൻ്റെ മദറില ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡിബേറ്റുമായി ബന്ധപ്പെട്ടൊക്കെ തർക്കം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും തർക്കം വന്നാൽ മദറിലെ വിളിച്ചും വൈഫിനോട് പറയും. പുള്ളിക്കാരി ഇങ്ങനെ അമ്മ വിളിച്ചിരുന്നു, അപ്പോൾ ഞാൻ ചോദിക്കും. അപ്പോഴെനിക്ക് മനസ്സിലാവും ഇന്നത്തെ ഏതെങ്കിലും ഒരു ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ടാവുമെന്ന് മറുപടി പറയും. പക്ഷേ അപ്പോഴും കുട്ടികൾ അവരെ ഞാൻ ഈ ചാനൽ ചർച്ചയിൽ പോകുമ്പോഴൊന്നും അതേസമയം ഇരുന്ന് കാണുകയോ അഭിപ്രായം പറയുകയൊന്നും ചെയ്യാറില്ല. അവരവരുടെ വഴിക്ക് അവരുടേതായ രീതിയിൽ പോകും. പക്ഷേ ഒരു ക്രൈസിസ് വന്നാൽ ഞാൻ അവരോട് പറയും ഇങ്ങനെ ചെറിയ ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുമ്പോൾ അവർ ആ ചർച്ചയിൽ എന്നോടൊപ്പം പങ്കെടുക്കും. വൈഫും കുട്ടികളും പങ്കെടുക്കും. ഞങ്ങളുടേതായ ഒരു തീരുമാനം ഞങ്ങളെടുക്കും. അതിനപ്പുറത്തേക്ക് പാർട്ടിയുടെ തീരുമാനം പറയാനുള്ളൂ. ഏതായാലും വൈഫും കുട്ടികളും എനിക്ക് തരുന്ന പിന്തുണ വളരെ വലുതാണ്. അതെ. ഇത്രയും തിരക്കുകൾക്കിടയിലും ഫാമിലിക്കൊപ്പം സമയം ചെലവഴിക്കാൻ സമയം കിട്ടാറുണ്ടോ? പലപ്പോഴും ഉണ്ടാകാറില്ല. സത്യം പറഞ്ഞാൽ കഴിഞ്ഞ 5 വർഷമായി ഞാൻ പത്തനാപുരത്ത് തന്നെയാണ് താമസം. എൻ്റെ 2 പെൺകുട്ടികളാണ്. മൂത്തയാൾ ഇപ്പോൾ BTech കഴിഞ്ഞിട്ട് ഫെഡറൽ ബാങ്കിൽ ക്യാമ്പസ് സെലക്ഷൻ വഴി ജോലി കിട്ടി. ഇളയാൾ 3rd ഇയർ BTechന് പഠിക്കുകയാണ്. ഞാനും BTechക്കാരനാണ്. വൈഫ് MSc B.Ed ആണ്, ഫിസിക്സിൽ ടീച്ചറായിരുന്നു. ഇപ്പോൾ റിസർച്ച് ചെയ്യുന്നു, തീസിസ് സബ്മിറ്റ് ചെയ്യാറായി. അപ്പോൾ ഞങ്ങൾ ട്രിവാൻഡ്രം ബേസ് ചെയ്താണ്. എൻ്റെ സ്ഥലം അഞ്ചലാണെങ്കിലും അഞ്ചലിൽ പാമ്പ് മാത്രമാണുള്ളത്. അപ്പോൾ ഞങ്ങൾ ഇവരുടെയൊക്കെ പഠനം പ്രമാണിച്ചും എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം അനുസരിച്ച് ട്രിവാൻഡ്രത്താണ് താമസം. ട്രിവാൻഡ്രത്ത് വീടൊക്കെ വെച്ചെങ്കിലും എനിക്കവിടെ താമസിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം പത്തനാപുരത്ത് തന്നെ ആയതുകൊണ്ട് 5 വർഷമായുള്ള വീട് വെച്ചിട്ട് പത്തനാപുരത്ത് തന്നെയാണ് താമസം. അവർ വീക്കെൻഡിൽ വരും, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പാർട്ടി പരിപാടി ഉണ്ടെങ്കിൽ മാത്രം തിരുവനന്തപുരത്തേക്ക് പോകും, അങ്ങോട്ട് കാണും. പക്ഷേ അവർക്ക് പരാതിയില്ല. അവർ എല്ലാ കാര്യങ്ങളും എല്ലാ ദിവസവും അന്വേഷിക്കും. രാത്രി അവർ വീഡിയോ കോൾ വരാറുണ്ട്. എല്ലാവരും സന്തോഷമായി ഒരു 10 മിനിറ്റ് അവരുമായിട്ട് ചിലവഴിക്കും. ഞാൻ പറഞ്ഞില്ലേ, എന്നേക്കാൾ ഞാൻ അവരുടെ കൂട്ടത്തിൽ നിന്ന് പുറത്താണ്. അവർ 3 പേരും ഒറ്റ യൂണിറ്റാണ്. പക്ഷേ നിർണായകമായ കാര്യങ്ങൾ ഞങ്ങളെല്ലാവരും കൂട്ടായി ആലോചിച്ച് തീരുമാനിക്കുകയും ചെയ്യും. കാര്യത്തിൽ ഫാമിലിയുടെ പിന്തുണ വളരെ എടുത്തു പറയേണ്ടതാണ്. എനിക്ക് ഏറെ സന്തോഷം നൽകുന്നതും എനിക്ക് ഏറെ സമാധാനം നൽകുന്നതും അവരുടെ ഈ കലവറയില്ലാത്ത പിന്തുണയാണെന്നുള്ള തർക്കവുമില്ല. അതെ. അപ്പോൾ ട്രിവാൻഡ്രം MG കോളേജിൽ പഠിച്ചു എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് പഠിക്കുന്ന കാലയളവിൽ 2016-19 കാലയളവിലൊക്കെ അവിടെ ABVPയുടെ കോട്ടയാണ് MG കോളേജ് എന്ന് പറയുന്നത്. അതുപോലെ അതിന് മുൻപ് SFIയുടെ കോട്ടയായിരുന്നു. അവിടെ KSUവിൻ്റെ ഒരു മാർക്ക് പോലും ഉണ്ടായിരുന്നില്ല. താങ്കൾ പഠിക്കുന്ന സമയത്തും അങ്ങനെ തന്നെയായിരുന്നു? അങ്ങനെയല്ല, ഞാൻ പഠിക്കുന്നത് 89-92 ഞാൻ ചെല്ലുമ്പോൾ KSUകാരൊക്കെ അവിടെ ഉണ്ടെങ്കിലും പ്രവർത്തനം സജീവമായിരുന്നില്ല.
ഞാൻ അഞ്ചൽ സെൻറ്റ് ജോൺസിൽ നിന്നാണ് പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് അവിടേക്ക് പോകുന്നത്. പക്ഷേ അവിടെ ചെന്ന് യൂണിറ്റ് ശക്തമാക്കുന്നതിൽ ഇടപെട്ടു. യൂണിറ്റ് ശക്തമായി. ഞാൻ പുറത്തിറങ്ങുമ്പോൾ പിന്നെ ഞാൻ കൗൺസിലറായിട്ട് മത്സരിച്ചു. ഞാൻ 9 വോട്ടിനാണ് പരാജയപ്പെടുന്നത്. 9 വോട്ടിന്. എസ് എഫ് ഐയും ഞാനുമായി 9. എൻ്റെ ക്ലാസ്സിൽ തന്നെ സജു കൃഷ്ണൻ എന്ന് പറയുന്ന ആളോടാണ് ഞാൻ പരാജയപ്പെടുന്നത്. 9 വോട്ടിനാണ് പരാജയപ്പെടുന്നത്. പക്ഷേ നല്ല മത്സരം നടത്തി. അന്ന് എൻ്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യാൻ വരുന്നത് ഇന്നത്തെ AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാലാണ്. അദ്ദേഹം അന്ന് KSUവിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാണ്. അദ്ദേഹം അന്ന് വന്നതും പിന്നെ ഞങ്ങളുടെ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തതൊക്കെ എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. അപ്പോൾ അങ്ങനെ സജീവമായി അവിടെ സംഘടനാ പ്രവർത്തനം നടത്തി. തൊട്ടടുത്ത വർഷം അവിടെ KSUവിൻ്റെ ചെയർമാൻ തന്നെ വിജയിച്ചിട്ടുണ്ട്. KSUവിൻ്റെ ചെയർമാനോ കൗൺസിലറോ ഉദയകുമാർ എന്ന് പറഞ്ഞ ആൾ വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ KSUവിന് ഞങ്ങളിറങ്ങി ഇപ്പോൾ നല്ല ശക്തി ഉണ്ടാവുകയും തൊട്ടടുത്ത വർഷം മെയിൻ സീറ്റുകൾ ജയിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നീട് സ്വാഭാവികമായിട്ടും ദുർബലമായി പോയി എന്നുള്ളൊരു യാഥാർത്ഥ്യം. അതെ. അപ്പോൾ കോൺഗ്രസ്സിൽ ഇപ്പോൾ ചെറിയ പ്രായം മുതൽ കോൺഗ്രസ്സിൽ ഒപ്പം പ്രവർത്തിക്കുന്ന ആളാണ്. ഏറ്റവും കൂടുതൽ അടുപ്പമുണ്ടായിരുന്ന മുതിർന്ന രാഷ്ട്രീയ നേതാവാരായിരുന്നു? ഞാൻ ഇപ്പോൾ പാർട്ടിയിൽ ഗ്രൂപ്പൊന്നുമില്ലല്ലോ. ഇപ്പോൾ പാർട്ടിയിൽ ഗ്രൂപ്പൊന്നുമില്ല, ആർക്കും അങ്ങനെ പ്രത്യേകിച്ച് ഗ്രൂപ്പും. പക്ഷേ ഞാൻ പരമ്പരാഗതമായ ഐ ഗ്രൂപ്പിൻ്റെ ആളായിരുന്നു തുടക്കം മുതൽ. ഞാൻ വളർന്നു വന്ന സാഹചര്യവും ഐ ഗ്രൂപ്പിൻ്റെ ആളായിരുന്നു. ഞാൻ ലീഡറുമായി ഏറ്റവും നല്ല ആത്മബന്ധം ഉണ്ടായിരുന്ന ഒരാളാണ്. എൻ്റെ വിവാഹത്തിന് ലീഡർ പങ്കെടുത്തിട്ടുണ്ട്. ലീഡർ മാത്രമല്ല, ലീഡറുടെ 2 മക്കളും ശ്രീ K മുരളീധരനും ശ്രീമതി പത്മജ വേണുഗോപാലും എൻ്റെ വിവാഹത്തിന് പങ്കെടുത്തവരാണ്. അന്നൊക്കെ ഗ്രൂപ്പിൻ്റെ അതിപ്രസരം അങ്ങേറ്റം നിൽക്കുന്ന സമയമാണ്. 2003 പിന്നെ വിമത സ്ഥാനാർത്ഥി രാജ്യസഭയിലേക്ക് മത്സരിക്കുന്ന കോടത്ത് ഗോവിന്ദൻ നായർ രാജ്യസഭയിലേക്ക് മത്സരിക്കുന്ന ഒരു സാഹചര്യമൊക്കെയാണ്. ആ സമയത്ത് ഏപ്രിൽ 14 ആ ഇലക്ഷൻ നടക്കുന്നത്. ഏപ്രിൽ 19 എൻ്റെ തെരഞ്ഞെടുപ്പ്, എൻ്റെ ഇലക്ഷൻ, എൻ്റെ വിവാഹം. അപ്പോൾ അതിലൊക്കെ വളരെ സജീവമായി ലീഡറും കുടുംബവും നിന്നിട്ടുണ്ട്. ഐ ഗ്രൂപ്പിലെ MLA-മാരെല്ലാവരും സജീവമായിട്ടുണ്ട്. ശ്രീ AK ആൻ്റണിയായിരുന്നു അന്ന് മുഖ്യമന്ത്രി. പിന്നെ അപ്പോൾ അന്ന് ഗ്രൂപ്പ് സജീവമായിരിക്കുമ്പോഴും വിവാഹം നടക്കുമ്പോൾ ഈ നേതാക്കന്മാരെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ തുടർച്ചയായി ലീഡറുടെ ഐ ഗ്രൂപ്പിൻ്റെ ഭാഗമായി വന്നു. എൻ്റെ ഒരു പൊളിറ്റിക്കൽ മെൻറ്റർ എന്ന് പറയാവുന്ന ആൾ ശ്രീ കടവൂർ ശിവദാസനാണ്. അദ്ദേഹത്തിൻ്റെ അറിവും അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യവും ഒക്കെ വെച്ചിട്ട് ഞാൻ പല വഴി അദ്ദേഹത്തിലേക്ക് എത്തി. അദ്ദേഹം എന്നെ നന്നായി കൈപിടിച്ച് ഉയർത്താൻ സഹായിച്ചിട്ടുള്ള വ്യക്തിത്വമാണ്. അദ്ദേഹത്തെക്കുറിച്ചും ദിവസങ്ങളോളം സംസാരിച്ചാലേ അദ്ദേഹത്തിൻ്റെ അറിവിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാൻ കഴിയും. പക്ഷേ അദ്ദേഹത്തിലൂടെ ലീഡറുമായി എടുക്കുവാനും സംഘടനയിൽ ലീഡറുടെ ഭാഗമായി നിൽക്കുവാനും ഐ ഗ്രൂപ്പിൻ്റെ ഭാഗമായി നിൽക്കുവാനും കഴിഞ്ഞു. പിന്നീട് വിശാല ഐ ഗ്രൂപ്പ് ഉണ്ടായപ്പോൾ ശ്രീ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വം അംഗീകരിച്ചുകൊണ്ട് ഒന്നിച്ചു പോയി. ഇപ്പോഴും സത്യത്തിൽ നല്ല ഓർമ്മകളുള്ളത് ശ്രീ K കരുണാകരനെ സംബന്ധിച്ച്, മരണപ്പെട്ടവരിൽ ശ്രീ കടവൂർ ശിവദാസനെ സംബന്ധിച്ച്, ശ്രീ PP തങ്കച്ചനെ സംബന്ധിച്ച് അദ്ദേഹം അങ്ങനെ ഒരുപാട് സഹായിച്ചിട്ടുള്ളവരാണ്. ഇപ്പോൾ പാർട്ടിയിൽ പ്രത്യേകിച്ച് ഗ്രൂപ്പില്ലെങ്കിലും എല്ലാ നേതാക്കന്മാരുമായും ഒരുപോലെ ബന്ധമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഞാൻ KPCC ജനറൽ സെക്രട്ടറിയാണ്. പിന്നീട് ഒരു റീഷഫ്ലിംഗ് വന്നപ്പോൾ, അതായത് തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം, രണ്ടാമത്തെ UDFൻ്റെ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം, അഥവാ ശ്രീ പിണറായി വിജയൻ 2ാമത്തെ തവണ മുഖ്യമന്ത്രിയായതിനു ശേഷം പാർട്ടിയിലുണ്ടായ ചില ആഭ്യന്തര സംഘർഷങ്ങളും പ്രശ്നങ്ങളും തലമുറ മാറ്റവും ഒക്കെ വന്നപ്പോൾ ഞാനും കുറേ കാലം മാറി നിൽക്കേണ്ടി വന്നു. KPCC ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് എക്സിക്യൂട്ടീവിലേക്ക് മാറി. തീർച്ചയായിട്ടും അടുത്ത പുനഃസംഘടനയിൽ പഴയതുപോലെ തന്നെ KPCC ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മടങ്ങി വരാനും കഴിഞ്ഞു. പക്ഷേ അതൊക്കെ പറയുമ്പോഴും ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ വളരെ നിർണായകമായ ചില തെരഞ്ഞെടുപ്പുകളുടെ ചുമതല, അതിൻ്റെ ഓഫീസ് ചുമതല, എല്ലാവരെയും പ്രത്യേകിച്ച് പാർട്ടിക്കാരെ പിന്നെ അസൂയാലുക്കളാക്കുന്ന രീതിയിലുള്ള ഒരു പദവിയാണത്. തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ ഓഫീസിൻ്റെ ചുമതല നിർവഹിക്കുക, എല്ലാം കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളത്, അത് പാർട്ടി നേതൃത്വം, അത് പാർട്ടിയുടെ മുതിർന്ന നേതാക്കന്മാർ എന്നെ ഏൽപ്പിച്ചു എന്നുള്ളത് എനിക്ക് അഭിമാനകരമായ കാര്യമാണ്. അതൊരു തെരഞ്ഞെടുപ്പിലല്ല, തുടർച്ചയായി ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ ആ ഓഫീസിൻ്റെ ചുമതല നൽകി. അത് പാർട്ടി നേതൃത്വം എന്നിൽ അർപ്പിക്കുന്ന വിശ്വാസമായിട്ടാണ് ഞാൻ കാണുന്നത്. അത് അതേ വിശ്വാസത്തോടുകൂടി ഞാൻ നടപ്പിലാക്കിയിട്ടുമുണ്ട്. അതെ. ലീഡറുമായിട്ടുള്ള എന്തെങ്കിലും ഒരു നല്ലൊരു ഓർമ്മ പങ്കുവയ്ക്കാനാകുമോ? ലീഡറെ കുറിച്ചുള്ള ഓർമ്മ പറയുമ്പോഴേ എനിക്ക് എൻ്റെ രാഷ്ട്രീയത്തിൽ ഞാൻ വരുമ്പോൾ എല്ലാ ദിവസവും രാവിലെ പത്രം വായിക്കുന്ന ഒരാളാണ് ഞാൻ. വരുമ്പോൾ എല്ലാ ദിവസവും എനിക്ക് രാവിലെ പത്രം വായിച്ചില്ലെങ്കിൽ ഒരു സമാധാനമില്ലാത്ത ചെറുപ്പക്കാരൻ കുട്ടിയായിരിക്കുമ്പോൾ. അപ്പോൾ ലീഡറെ ആശ്രിത വത്സലനാണെന്ന് അന്ന് തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. കൂടെ നിൽക്കുന്നവരെ അങ്ങേയറ്റം സഹായിക്കുകയും പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ ഒരു ഫോട്ടോ, വളരെ പ്രശസ്തമായൊരു ഫോട്ടോയാണ് ലീഡറുടെ കൂടെ ഗുരുവായൂരിലിരുന്ന് ശ്രീ രമേശ് ചെന്നിത്തല ഒരേ ഇലയിൽ നിന്ന് ഇഡ്ഡലി കഴിക്കുന്ന ഒരു ഫോട്ടോ, വളരെ ചരിത്രപ്രസിദ്ധമായൊരു ഫോട്ടോയാണ്.
ആ ഫോട്ടോയെ കണ്ടപ്പോൾ എൻ്റെ മനസ്സിലൊരാഗ്രഹമായിരുന്നു, എന്തെങ്കിലും ലീഡർ എന്നെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന നിലയിലേക്ക് അവൻ ജ്യോതികുമാറാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാകണമെന്ന് എൻ്റെ മനസ്സിൽ വലിയ ആഗ്രഹമുണ്ടായിരുന്നു. അത് സാധിച്ചു എന്നത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ പുണ്യം. അതായത് അദ്ദേഹം പിന്നീട് എനിക്ക് അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്യാൻ, അദ്ദേഹത്തിൻ്റെ കാറിൽ, അദ്ദേഹത്തിൻ്റെ ബെൻസിൽ തന്നെ അദ്ദേഹത്തോടൊപ്പം ഇരുത്തി അദ്ദേഹം യാത്ര ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തോടൊപ്പം ഗുരുവായൂരിൽ പോകാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തോടൊപ്പം നിരവധി തവണ ആഹാരം കഴിക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. അതൊക്കെ പലരും അത്യപൂർവമായി ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ രാവിലെയും വൈകുന്നേരമുള്ള വ്യായാമത്തിനോടൊപ്പം നടത്താം. ആ സമയത്ത് പലപ്പോഴും അദ്ദേഹത്തോടൊപ്പം നടക്കാൻ ഒരു ഗൺമാനും പിന്നെ ഞങ്ങൾ ഏതെങ്കിലും ഒരാളെ കാണാറുള്ളത്. ഏറ്റവും വിശ്വസ്തരായിട്ടുള്ള ആളുകളായിരിക്കും ഉണ്ടാകുക. അങ്ങനെ നടക്കുമ്പോൾ അദ്ദേഹം പല കാര്യങ്ങളും പറഞ്ഞു തരും. പഴയ കാലങ്ങളെക്കുറിച്ച്, രാഷ്ട്രീയത്തെക്കുറിച്ച്, ഓരോരുത്തരും എടുത്ത നിലപാടുകളെക്കുറിച്ച്. ആ സമയം വളരെ കൃത്യമായി നമുക്ക് രാഷ്ട്രീയം പഠിപ്പിക്കുന്ന സമയമാണ്. ഒരു അരമണിക്കൂർ, 20 മിനിറ്റ്, അരമണിക്കൂറിനകത്തേ ഉണ്ടാവുള്ളൂ. ഞാൻ പരമാവധി ആ സമയം പ്രയോജനപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അദ്ദേഹം അത് കൃത്യമായി വളരെ തമാശ രൂപേണ അല്ലെങ്കിൽ കുറച്ച് വലിയ സീരിയസ് അല്ലാതെ നമുക്ക് പറഞ്ഞു തരികയും ഓരോരുത്തരെക്കുറിച്ചും അല്ലെങ്കിൽ നമ്മൾ പഠിക്കേണ്ട അനുഭവങ്ങളെക്കുറിച്ചും ഒക്കെ നമ്മളെ പഠിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ അദ്ദേഹവുമായി അടുത്തിടപഴകാൻ കഴിഞ്ഞു എന്നുള്ളത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായി ഞാൻ കാണും. രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ അദ്ദേഹവുമായി സഹകരിക്കാൻ കഴിഞ്ഞത് ഒരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കും. അതെ, ആദ്യമായിട്ട് ബന്ധപ്പെട്ട സംഭവം ഓർമ്മയുണ്ടോ? ഞാൻ ലീഡറുമായിട്ട് കാണുമ്പോൾ നമുക്കൊക്കെ ദൂരെ നിന്ന് കാണാനേ കഴിയും ആദ്യമൊക്കെ. അപ്പോൾ ഗൺമാൻ എപ്പോഴും കൂടെ ഉണ്ടാകും. എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചുള്ള പരമേശ്വരൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത ഗൺമാനായിരുന്നു. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ ശ്രീ കടൂർ ശിവദാസനുമായിട്ടുള്ള ബന്ധം വെച്ചാണ് ആ വീടുമായിട്ട് അടുക്കുന്നത്. അങ്ങനെ എന്നെ പതിയെ പരിചയപ്പെടുത്തുന്നു. ശിവദാസൻ വക്കീലിനോടുള്ള ആളാണെന്നുള്ള രീതിയിലാണ് ആദ്യം പരിചയപ്പെടുന്നത്. പിന്നീട് ഞാൻ നിരന്തരമായി കണ്ടുകൊണ്ട് അദ്ദേഹത്തിന് എൻ്റെ പരിചയം വന്നു. പിന്നീട് പതിയെ താല്പര്യം വന്നു. അങ്ങനെ വളരെ നീണ്ട ഒരു മാസങ്ങളോളം എടുത്താണ് ഞാൻ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് ഞാൻ കടന്നുകൂടുന്നത്. പിന്നീട് അദ്ദേഹത്തിന് വലിയ താല്പര്യവും സ്നേഹവുമായിരുന്നു. ഞങ്ങൾ ഒന്നിച്ച് യാത്ര ചെയ്ത് അതൊക്കെ നമുക്കൊരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റുന്ന അനുഭവമല്ല. അതിനപ്പുറത്തേക്ക് നമുക്ക് കിട്ടുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്ന നിലയിൽ കോൺഗ്രസിൻ്റെ എല്ലാമായിരുന്ന ശ്രീ ലീഡറുമായിട്ടുള്ള ഒരു ആത്മബന്ധം നമുക്ക് ഏറെ സന്തോഷം നൽകുന്നതാണ്. അദ്ദേഹമൊക്കെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ വിവാഹത്തിന് പങ്കെടുത്തു എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് വലിയ കാര്യമല്ലേ. ഞാനിപ്പോഴും അദ്ദേഹത്തിൻ്റെ ആ ഫോട്ടോയൊക്കെ വളരെ കൃത്യമായി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്.